ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഓഫീസിലും ദിവാലി സെലിബ്രേഷനാണ്. സോ അതിൻ്റെ ഗെറ്റപ്പിലാണ് നമ്മളിന്ന് ഓഫീസിൽ പോയത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റംഗോലി കോമ്പറ്റീഷന് പേര് കൊടുത്തു. ടീമിലുള്ള 6 ആൾക്കാരും ആദ്യമായിട്ടാണ് റംഗോലി പൗഡർ തന്നെ കാണുന്നത്. സോ അത് വെച്ചിട്ട് നമ്മൾ റംഗോലി എങ്ങനെ വരയ്ക്കും എന്നുള്ളത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ച് മാക്സിമം അങ്ങോട്ട് മുതലെടുത്തു. പക്ഷേ ഞങ്ങളങ്ങനെ വെറുതെ അങ്ങോട്ട് പൊട്ടിയിട്ടില്ല കേട്ടോ. ഹാവ് എ ഫ്ലാഷ് ബാക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ നാളെ റംഗോലി ഇടാൻ തീരുമാനിച്ചു. ഇവിടെ ഓഫീസിലൊരു ഫങ്ഷനാണ്. സോ ഇപ്പോൾ സമയം 8:30 ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ റംഗോലിക്ക് വേണ്ടിയിട്ടുള്ള പൗഡേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്യാം. എന്നെ കാണിക്കും, എന്നെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്തത് ഓരോ കുട്ടി കളറിൽ പൗഡർ ആയിരിക്കുകയാണ്. നമുക്ക് 10 കളേഴ്സ് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നാളെ ബാക്കി കാണാം. കുറച്ച് കട്ടിയിട്ട് വിടുന്നു. അതായത് ഇതിന് ഓരോ പോലെ അങ്ങനെ കിട്ടല്ലേ ചെയ്യണ്ടേ. അത്രയും തൂത്ത് അങ്ങനെ 2 ദിവസത്തെ പ്ലാനിങ്ങിനും ട്രയലിനൊക്കെ ശേഷം നമ്മൾ വേണ്ട പൊടികളും കാര്യങ്ങളൊക്കെ മേടിച്ചു. അതിൻ്റെ മിക്സിങ്ങുകളൊക്കെ നമ്മൾ ചെയ്തു. എന്നിട്ട് നമ്മൾ റംഗോലി കോമ്പറ്റീഷനിലേക്ക് കടക്കുകയാണ്. പ്രാക്ടീസ് ചെയ്ത കോൺഫിഡൻസിലും പൊടികളുള്ള അഹങ്കാരത്തിലും ഞങ്ങളങ്ങോട്ട് തുടങ്ങി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസ്റ്റേക്കുകളൊക്കെ പറ്റി. പൊടി മാറ്റിയിടുക, പിന്നെ ഇടുക, അതൊക്കെ തന്നെയായിരുന്നു. എന്തായാലും ഫസ്റ്റ് ട്രൈ ആയിരുന്നല്ലോ. പക്ഷേ ചെറിയൊരു അബദ്ധം. നിങ്ങൾ വിചാരിച്ച ഡിസൈനും ഇട്ട് വന്ന ഡിസൈൻ തന്നെ ചെറിയൊരു മാറ്റം. ഒരു ഡിസൈൻ അങ്ങോട്ട് മറന്നുപോയി. ആക്ച്വലി മറന്നുപോയതല്ല കേട്ടോ, ഇട്ട് തീർക്കാൻ സമയം കിട്ടിയില്ല, അതാണ് സത്യം. ബാക്കിയുള്ള എല്ലാ റംഗോലീസും ഭയങ്കര അടിപൊളിയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ വന്നവരും പോണവരും കാണാൻ വന്നവരും എല്ലാവരും ഇതിനൊന്നും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിമർശനങ്ങളായിരുന്നു. ഈ അവസ്ഥയൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്കുള്ള പാട്ടും ഡെഡിക്കേറ്റ് ചെയ്തു, മൂജി മൂജി സോങ്. പക്ഷെ ഞങ്ങളതിലൊക്കെ ഹാപ്പി ആയിരുന്നു. കാരണം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടതും എല്ലാവരും കൂടുതലും ഞങ്ങളുടെ അടുത്തായിരുന്നു. കാരണം കുറ്റം പറഞ്ഞു കൊടുത്ത ആൾക്കാർ കൂടുതലാണല്ലോ. സോ ഞങ്ങൾ അങ്ങനെയും ഫേമസ് ആയി. അങ്ങനെ വിഷമം കൊണ്ട് മറക്കാൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫുഡ് മേളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് കൊളീഗ്സിന് ഇഷ്ടമുള്ള ഫുഡുകൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ വിൽക്കാം. അങ്ങനെ ആദ്യം നമ്മുടെ കണ്ണ് ഫുഡിലേക്കാണല്ലോ. അങ്ങനെ ഫുഡിൽ നമ്മൾ നടക്കണ്ടോ, അത് അവിടെയാണ് ഫുള്ള് തീറ്റ. വ്ളോഗിൽ ഹായ് പറയൂ. ഒരു സ്ഥലത്ത് ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ പാനിപ്പൂരി ആയിരുന്നു. എനിക്ക് പാനിപ്പൂരി ഇങ്ങനെ കഴിക്കാൻ തോന്നാറുണ്ട്. ചിക്കൻ സാൻഡ്വിച്ച് കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പം അങ്ങനത്തെ ഒരെണ്ണം ഓർഡർ ചെയ്തു. നമ്മളിവിടെ വിൽക്കുന്നതെന്ന് പറയുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ ഉണ്ടായിരുന്നു, തീർന്നു. അങ്ങനെ നമ്മുടെ 4 ഐറ്റംസ് തീർന്നിരിക്കുകയാണ്. അവസാനമുള്ളത് ഈ സ്വിസ് റോളും കുറച്ച് പാലട മാത്രമാണ്. നല്ലൊരു അങ്ങനെ ഞാൻ അവരുടെ സന്തോഷത്തിന് ഒരു ചിക്കൻ റോൾ എടുത്തു. അതിനകത്ത് മേടിച്ച് അതും കഴിച്ചു. അപ്പോഴേക്കും താഴെ ഡോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാനായിട്ട് പോയി. നമ്മുടെ ഓഫീസിൻ്റെ സറൗണ്ട്സൊക്കെ നല്ലമാതിരി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ബൂത്തൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഡോളിൻ്റെ ശേഷം നമുക്ക് പിന്നെ ഉണ്ടായിരുന്നത് ഒരു മ്യൂസിക് ബാൻഡായിരുന്നു. അപ്പോൾ നമ്മുടെ IBCയിലത്തെ കുറേ ഗായകന്മാരെല്ലാവരും മാറി മാറി ഓരോ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വായിച്ച് ഒരു മ്യൂസിക്കൽ ബാൻഡായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇരുട്ടായപ്പോൾ ദിയ ലൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഓടി വന്ന് അവിടുത്തെ വിളക്കുകൾക്ക് മൊത്തം തിരി തെളിച്ചു. അങ്ങനെ നമ്മുടെ ദീപാവലിയുടെ ഒഫീഷ്യൽ ചടങ്ങ്, അതായത് ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഇതായിരുന്നു നമ്മുടെ ഫോട്ടോ ബൂത്തിൻ്റെ ഏരിയ. പക്ഷേ ഇവിടെ നമുക്ക് ഭയങ്കര ക്യൂ ആയിരുന്നു. നമുക്ക് ഫോട്ടോസ് എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ മഴയത്താണ് എൻ്റെ ഈ ഷോർട്സൊക്കെ എടുത്തത്. വേറെ
സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ സമയത്തോട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു. മഴയെങ്കിൽ മഴയെന്ന് വെച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ട ഷോർട്സൊക്കെ ഈ മഴയത്ത് അങ്ങോട്ട് എടുത്തു. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. കിട്ടിയ ക്യാപ്പിലെടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ ഫ്ലവർ ഫാഷൻ ഷോയിലുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെയും ഫോട്ടോ എടുത്തു. അവർക്ക് ഫസ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിസൾട്ടുകളൊക്കെ പറയുമ്പോഴാണ് അത് സംഭവിച്ചത്. എന്താണെന്നോ, ഗോലിക്ക് നമുക്ക് തേടി കിട്ടി. അതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ച ഡിസൈൻ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനൊരു സമ്മാനം. പിന്നെ നമ്മുടെ ലാസ്റ്റ് പരിപാടിയായിട്ടുള്ള ബീച്ചിയാണ്. അത്യാവശ്യം തുള്ളി ഒരു വയ്യാത്തൊരവസ്ഥയ്ക്ക് വരുത്തി. DJ കഴിഞ്ഞിട്ടുള്ള ചത്തുണങ്ങിയ കാലങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് വാസ് റിയലി ഗുഡ്. നല്ലൊരു ദീപാവലി ഡേ തന്നെയായിരുന്നു. നന്നായി അടിച്ചു പൊളിച്ചു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.